ഹായ് കൂയ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് സൂപ്പർബായിട്ടുള്ള ഒരു ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടമാവും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഷിബു ചേട്ടൻ്റെയും ലേഖ ചേച്ചിൻ്റെ വീട്ടിലെ ഗാർഡനാണിത്, എൻ്റെ വീട്ടിലെ അല്ല കേട്ടോ. ഞാൻ അവരുടെ വീട്ടിൽ പോയേ, അപ്പോഴത്തേനും അവിടുത്തെ റോസാപ്പൂക്കളൊക്കെ കണ്ടിട്ട് എനിക്ക് നിങ്ങളെ എന്തായാലും കാണിക്കണം തോന്നി. അത്രയ്ക്ക് വെറൈറ്റി ഓഫ് റോസസ് ഉണ്ട് അവിടെ. പിന്നെ അല്ലാതെ കുറേ ചെടികളും ഉണ്ട്. ഇത് കണ്ടോ, ഒരു കോളാമ്പി പോലെയുള്ള ഒരു ചെടി, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ എന്താ പറയുക, ശിവചേട്ടൻ പറഞ്ഞത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന അമ്മച്ചി, ഇവർ വീട് വാങ്ങിക്കുന്നതിന് മുമ്പേ താമസിച്ചുകൊണ്ടിരുന്ന അമ്മച്ചിയാണ് ഇതെല്ലാം നട്ടുവെച്ച് ഇങ്ങനെ പരിപാലിച്ച് പോന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ശിവചേട്ടൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. അവിടെ ചെടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഇത് കൂടി, കാരണം നല്ല രസമുണ്ട്. അത്രയ്ക്ക് രസമാണ് കേട്ടോ കാണാൻ. ഞാനെല്ലാം കാണിച്ചു തരാം. ഇതൊരു സൈഡിൽ കൂടെ, ഇപ്പുറം സൈഡിൽ കൂടെ പുറകിലെ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ചുമ്മാ ഒന്ന് അതിലെ പോയി നോക്കിയത് കേട്ടോ. അയ്യോ, സമയം സത്യം പറഞ്ഞാൽ 6:30 കണ്ടായി. പക്ഷെ നല്ല സൂര്യപ്രകാശമാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ UK സമ്മറായപ്പം രാത്രി 10-11 മണി വരെ സൂര്യനുണ്ട്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല നട്ടുച്ച പോലെയാണ്, നാട്ടിലെ നട്ടുച്ച പോലെ. ഇത് കണ്ടോ, ശിവചേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മുല്ല പോലൊരു ചെടി കാണിച്ചു തന്നാണ്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ പുറകിലേക്ക് പോകണം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് നിങ്ങളെ ശിവചേട്ടൻ്റെയൊക്കെ വീട് കാണിച്ചു തരാമെന്ന്. ഇവർ വേറൊരു വീട്ടിലായിരുന്നു ഇവരുടെ. ഇപ്പോഴും ആ വീടുണ്ട്. പിന്നെ ഈ വീട് പുതിയതായിട്ട് മേടിച്ചതായി, ഈയിടെ കുറച്ച് നാളായുള്ളൂ. അപ്പം നല്ല അടിപൊളി വീടാണ്. അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. നല്ല വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറകിലേക്ക് പോയി ഗാർഡൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിലേ നമുക്ക് പോകാം. നടന്ന് പുറകിലേക്ക് കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോഴേ കാണാം റോസാപ്പൂക്കൾ. പോയി നോക്കിക്ക്, ചട്ടിക്കകത്തിരിക്കുന്ന നല്ല അടിപൊളി വൈറ്റും പിങ്കും കൂടെ കൂടിയ നല്ല റോസാപ്പൂ. കുറേയൊക്കെ വെട്ടിവിടാനൊക്കെ ഉണ്ട്. ഇതൊക്കെ വെട്ടിവിടാനും ചേട്ടായി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണം അതിലേ നിൽക്കുന്നുണ്ടോ, നല്ല കൊലകൊലയായിട്ട് റോസാപ്പൂക്കൾ. നല്ല കളറും നല്ല രസമാണ് കേട്ടോ. നല്ല ഇങ്ങനെ ഒത്തിരി നിൽക്കുന്നതുകൊണ്ടേ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അതിലേക്ക് തന്നെ. അങ്ങനെ ഒത്തിരി ഉണ്ട് റോസാപ്പൂക്കൾ, പല കളറ് കണ്ടോ. യെല്ലോ ഉണ്ട്. ഇതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നേരത്തെ. ഇപ്പോൾ കുറേ തീർന്നു. പിന്നെ ഇവിടെ ഗാർഡനിലേക്ക് ഇറങ്ങുന്നത് അവിടെ തന്നെ ഒരു ഈ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കളുടെ ഒരു ആ കവാടത്തിലിങ്ങനെ റൗണ്ടിൽ വളച്ച് വെച്ച് അമ്മച്ചിയാക്കി വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഒത്തിരി പൂക്കൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പോയി. പിന്നെ ഇപ്പം പുതിയതായിട്ട് മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട്. ആ പശുക്കുട്ടിലെ പശുണ്ട് കേട്ടോ, പശുക്കുഞ്ഞിരിപ്പുണ്ട്. പിന്നെ ഇതേ കണ്ട വേറൊരു റോസാപ്പൂ. ഇത് നല്ല വലുപ്പമാണ്, നല്ല ഭംഗിയാണ് അത് കാണാൻ. അതും ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇത് നാട്ടിലെ മുല്ലപ്പൂ പോലെ അതിലും ഉണ്ടായിരുന്ന പറഞ്ഞ പൂക്കളൊക്കെ ഇപ്പോൾ പോയി. അങ്ങനെ പിന്നെ എന്നാ പറയാം, ഇവിടെ ഇപ്പോൾ ഇതെല്ലാം ചേട്ടായി വെട്ടിത്തെളിച്ചും അങ്ങനെ ഇതെല്ലാം ഗാർഡനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്മറാണല്ലോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർ മേടിച്ചിട്ടും അധികം ആകാത്തതുകൊണ്ട് അവർ ഗാർഡനിങ് ഒക്കെ. ഇത് ചേട്ടായി എന്നെ വേറൊരു ടൈപ്പ് പൂ കാണിച്ചു തന്നു കേട്ടോ. ഇതെന്നാ പേരൊന്നും ചേട്ടായിക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പല കളറുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആ 2 കളറുണ്ട്, നല്ല ഭംഗി കാണാൻ. പിന്നെ റോസസ് ഞാൻ പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല. ഇത് കണ്ടോ വേറൊരു പൂ, നല്ല ഭംഗി കാണാൻ. പിന്നെ അവിടെ നോക്കുമ്പം നമ്മൾ നടന്ന് പോകുമ്പോൾ ഞാൻ ആ ഗാർഡനിലേക്ക് ഇറങ്ങുന്ന അവിടെ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ മുറ്റത്തുനിന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേനും ആ കവാടമാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ല ഫീലിംഗ് ആണ് കേട്ടോ. ശരിക്കും നമുക്കൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു ഫീലിംഗാണ് ഈ ഗാർഡനിൽ കൂടെ നടക്കുമ്പോഴും ഈ പൂക്കളൊക്കെ കാണുമ്പോഴും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പൂക്കൾ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാനവിടെ ചെന്ന് ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക്. കണ്ടോ, അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ആടാനൊക്കെ. ഇതാ നമ്മൾ മുമ്പേ കണ്ട കോളാമ്പിപ്പൂവിൻ്റെ പോലത്തെ. പിന്നെ ഹൈഡ്രാഞ്ചിയുടെ ഒത്തിരി പല കളറ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ പറയുക, കുറേ വന്നിട്ട് ഉണങ്ങിയൊക്കെ പോയി, ബാക്കിയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അതൊക്കെ എന്താ വെട്ടിയൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ചേട്ടായി. പിന്നെ ഇങ്ങനെ പല സ്ഥലത്ത് പല കളറിലുള്ള പൂക്കൾ. അതുകൊണ്ട് ഒരു വെള്ളപ്പൂവ്, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ, പറഞ്ഞു തരാൻ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചില ഉള്ള പൂക്കളുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ മതിലേക്കൂടെയൊക്കെ ഇഷ്ടം പോലെ റോസസാണ്.
ഇവിടെ ഫെൻസിലെല്ലാം കയറി ഇങ്ങനെ നിൽക്കുന്ന പൂക്കളൊക്കെ. പിന്നെ ഇവിടെ കണ്ടോ വേറെ വേറെ മരങ്ങൾ പോലെയൊക്കെ ഉള്ള അതിലൊക്കെ പൂക്കളുണ്ടായിരുന്നു പറഞ്ഞു, പല സൈസ് പൂക്കളൊക്കെ, മീൻസ് പല ടൈപ്പ് ഓഫ് പൂക്കളൊക്കെ. അത് ഇപ്പോൾ പോയി. പിന്നെ റോസസാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് ഈ ഗാർഡനിൽ. അങ്ങനെ എന്താ പറയുക, കുറേ മുകളിലായിട്ടൊക്കെ നിൽക്കുന്ന റോസസ് ഉണ്ട്, നമുക്ക് കയ്യൊന്നും എത്തുകയില്ലാത്ത പോലെ. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു റോസ് അല്ലേ. ഇവിടെ കണ്ടോ നല്ല റെഡ്, അത് ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ശിവചേട്ടനൊക്കെ ഈ പുറകോട്ട് ഈ ഗാർഡൻ കഴിഞ്ഞിട്ട് പുറകോട്ടൊരു പറമ്പ് പോലെയുണ്ട്. ശിവചേട്ടൻ അവിടെ കണ്ടാവും പിന്നെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൃത്തിയാക്കിയ ബാക്കിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ നമുക്കിവിടെ ആണെങ്കിൽ പിള്ളേർക്കെല്ലാം ഇറങ്ങി കളിക്കാനും നമ്മുടെ നാട്ടിലെ നമ്മുടെ പറമ്പിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. അവിടെ ഇരിക്കാനൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ പക്ഷിക്കൂടൊക്കെ ഉണ്ട്. ഈ കൂട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മക്കിളി വന്നിട്ട് പോകാറുണ്ട്. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ വന്നായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ വേണ്ട അവിടെ അപ്പുറത്തെ വീട്ടിലെ അവിടെ ഇച്ചിരി കാട് പോലെയാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കുറേ സ്ഥലമൊക്കെ കാണാം. പിന്നെ എന്താ പറയുക, ഒത്തിരി രസമാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയൊരു ഫീലാണ് ശരിക്കും ശിവചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ ഗാർഡനിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴേ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അവിടെ ഇരുന്ന് എടുത്തു. ഇതെൻ്റെ മക്കൾ രണ്ടുപേരും, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇത് ശിവചേട്ടൻ്റെ ചേച്ചിയുടെയും കൊച്ച് ഇളയ മോന് ലൂക്ക്. പിന്നെ എല്ലാവരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ കളിച്ച് കുറേ നേരം ഗാർഡനിൽ കൂടെയൊക്കെ ഇറങ്ങി നടന്ന് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഇതാ മറ്റേ പറമ്പിലേക്ക് ഇറങ്ങുന്ന അവിടെ ഒരു കവാടമുള്ളത്. നല്ല ഭംഗി, മൊത്തത്തിലൊരു നല്ല രസമാണ് കേട്ടോ ആ ഗാർഡനൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് UK-ലൊക്കെ ഒത്തിരി സ്ഥലമൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പം ഉള്ള ആ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പൂക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ. ഒത്തിരി രസമാണ് നമുക്ക് ആ ഗാർഡനിൽ ഇറങ്ങിയിരിക്കാനും. പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ആണെങ്കിൽ വർത്താനം പറയാനും നടക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ നല്ലൊരു രസം. പിന്നെ അവിടുത്തെ പൂക്കൾ, ഓ എൻ്റെ അമ്മേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് നുണയല്ലല്ലോ, നല്ല ഭംഗിയല്ലേ കാണാൻ മൊത്തത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക്